വചനസാരം വചനസാരം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 52 വരെയുള്ള വചനഭാഗമാണ് തിരുസഭ നമ്മുടെ വിചിന്തനത്തിന് നൽകിയിരിക്കുന്നത്. 13-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ഉപമകൾ കാണുവാൻ നമുക്ക് കഴിയും. വിതക്കാരന്റെ ഉപമയിലൂടെ വചനം നമ്മൾ എങ്ങനെ സ്വീകരിക്കണമെന്നും അതെപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കണമെന്നും ക്രിസ്തു ആഹ്വാനം ചെയ്തു. കളകളുടെ ഉപമയിലൂടെ നീതിമാനും ദുഷ്ടനും ഒരുമിച്ച് ഭൂമിയിൽ ജീവിക്കുന്നതിനെ കുറിച്ചാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉപമയിലൂടെ സ്വർഗരാജ്യത്തിന്റെ വളർച്ച എപ്രകാരമാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നിധിയുടെയും രത്നത്തിന്റെയും ഉപമയിലൂടെ ദൈവത്തിന്റെ വചനത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണമെന്നും സ്വർഗരാജ്യം വിലമതിക്കാനാവാത്ത സൗഭാഗ്യമാണെന്നും വ്യക്തമാക്കുന്നു. ഏറ്റവും ഒടുവിലായി കടലിലെറിയപ്പെട്ട വലയുടെ ഉപമയിലൂടെ നന്മയും തിന്മയും അവസാന ദിവസത്തിൽ വേർതിരിക്കപ്പെടുമെന്ന് വ്യക്തമായി ഉദ്ഘോഷിക്കുന്നു. അപ്പോസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാക്കുവാൻ സുപരിചിതമായിട്ടുള്ള ഒരു ഉപമയാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന കർത്താവിന്റെ വചനം കേട്ട് അവർ ഒരിക്കൽ തങ്ങളുടെ വള്ളവും വലയും ഉപേക്ഷിച്ച് അവന് പിറകെ ഇറങ്ങിത്തിരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ എപ്രകാരമാണ് ഒരു മുക്കുവൻ വലയെറിയുന്നതെന്നും എപ്രകാരമാണ് അവൻ നല്ലതിനെയും ചീത്തയെയും വേർതിരിക്കുന്നതെന്നും അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ഒരു മുക്കുവന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് തന്നെ അതിനുള്ള തിരിച്ചറിവും കഴിവുമാണ്. പുറത്തേക്ക് വലിച്ചെറിയപ്പെടാതിരിക്കുവാൻ എപ്രകാരമാണ് ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 52-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: അതിനാൽ സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യനാകുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായി ശ്ലീഹ തന്റെ സുവിശേഷം എഴുതിയത് ക്രിസ്ത്യാനികളായിട്ടുള്ള യഹൂദർക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലുടനീളം നിയമത്തിൽ നിന്നും പ്രവചനങ്ങളിൽ നിന്നുമുള്ള ഒത്തിരിയേറെ വചനഭാഗങ്ങൾ വായിക്കുവാനും നമുക്ക് കഴിയും. പഴയത് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് നിയമവും പ്രവാചകന്മാരിലൂടെയും ലഭിക്കപ്പെട്ട ഒരു ജീവിത ശൈലിയായിരുന്നു. അതേസമയം പുതിയത് എന്നത് വ്യക്തമാക്കുന്നത് ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തിയ സ്നേഹത്തിന്റെ ഒരു ജീവിത ശൈലിയാണ്. പ്രിയമുള്ളവരെ, സുവിശേഷങ്ങളിലൂടെ കടന്നു വരുമ്പോൾ മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന വലിയൊരു സത്യമുണ്ട്. ദൈവം അവന്റെ വ്യക്തി ജീവിതത്തിൽ തിരഞ്ഞെടുക്കുവാനുള്ള വലിയൊരു സ്വാതന്ത്ര്യം നൽകി. ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ആധുനിക കാലഘട്ടത്തിൽ എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് നിങ്ങൾ കൈകടത്തരുതെന്ന് പലരും അല്പം ധാർഷ്ട്യത്തോടു കൂടി പറയാറുമുണ്ട്. തിരിച്ചറിയുക, ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ നാളെ ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും നിഷ്കാസിതനാകുവാൻ ഇടയാക്കരുത്. നമ്മുടെ എല്ലാം തിരഞ്ഞെടുപ്പുകൾ നിത്യതയുടെ വഴിയിൽ വഴിവിളക്കുകളായി തീരട്ടെ. വചനസാരം വചനസാരം.